നിങ്ങളെല്ലാരും ഒരു ഓടി ഒരു ആനന്ദിക്കൂ. എന്തുമാണ് ഇവിടുന്ന് മേടിക്കുന്നത്? റാക്ലേറ്റ്. ഓക്കെ, എന്നതാ വേണ്ടേ? മേടിച്ചോ. എന്നാ മേടി? റാക്ലേറ്റ് മേടിച്ചു. ആ മേടിച്ചോ. അതുകൊണ്ട് അവർ ഇറച്ചിയൊക്കെ വയ്ക്കുന്നുണ്ടല്ലോ. അതെന്നാന്ന് ചോദിച്ചേ? നമുക്കാണ് എടുക്കുന്നത്. ഞാനിവിടുത്തെ സ്വിറ്റ്സർലൻഡിൻ്റെ ഫുഡാണ് റാക്ലെറ്റ് എന്ന് പറയും. ഞങ്ങൾ ഇത്രയും വലിയ പൈസ കൊടുത്തത് ഈ ക്രിസ്മസ് മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാ. നമുക്ക് കണ്ണിലിട്ടാ കൈകരിക്കാനാ എന്നാ പറഞ്ഞേ. ആ പാടെ ഒരു ഇച്ചിരി സാധനം എത്തിക്കിട്ടുണ്ട്. ഒരു ഇച്ചിരി സാധനം സ്വിസ് ഫുഡാണ്. ഇവിടെ മോളെ എങ്ങനെയുണ്ട്? വിശപ്പ് മാറും. ഇതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് പുറത്ത് പോയി റെസ്റ്റോറൻറ്റിൽ പോയി വേറെ ഭക്ഷണം കഴിക്കും കേട്ടോ. ഒടുക്കത്തെ വിലയും കൊടുത്ത് ഇതാണ് ക്രിസ്മസ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് എന്ന് പറയുന്നത്. കാത് കുത്തനടുത്ത് ഇറച്ചിക്ക് പോകുന്ന പോലെ അല്ലേ? ഓ എൻ്റെ പൊന്നെ, സ്വിസ് ഫുഡാണ് റാക്ലേറ്റ്. ചീസും ഉരുളക്കിഴങ്ങും കുറച്ച് സംഭവം. സന്തോഷമായില്ലേ? അപ്പം ഇതാണ് നോക്കി ഞങ്ങളുടെ ഒടുക്കത്തെ 14 കാശ് കൊടുത്ത 1400 രൂപ കേട്ടോ ഈ സാധനത്തിൻ്റെ വില. എന്നതാ സംഭവം? 2 ഉരുളക്കിഴങ്ങ് കണ്ട് കുഞ്ഞു ഉരുളക്കിഴങ്ങില്ലേ, മിനി ഉരുളക്കിഴങ്ങും ഒരു ഇച്ചിരി ചീസും കിട്ടി. സംഭവമൊക്കെ ടേസ്റ്റൊക്കെ നല്ലതാണ്, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് വേറെ ഹോട്ടലിൽ കയറണം, അത് വേറെ കാര്യം. എങ്ങനെയുണ്ട്? ഇതാണ് ക്രിസ്മസ് മാർക്കറ്റിലെ ഫുഡുകളും സാധനങ്ങളും. നിങ്ങളെല്ലാവരും ഒരു ഓടി ഒരു ആനന്ദിക്കൂ. നേരത്തെ കഴിച്ചത് വയറ്റിൽ ഒന്നും ആകാത്ത കാരണം അടുത്ത സ്ഥലത്ത് കയറി ഇവിടെയും തഥൈവ ജാക്കിക്കും കൊടുത്ത് കഴിഞ്ഞ് കൊടുത്തപ്പോഴത്തേക്കും കിട്ടത്തില്ല. ആ പണി ഇതാ കിട്ടണം.